SIR തീവ്ര ശിക്ഷയോ എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ്, ഇതിൽ കൂടുതൽ ശിക്ഷ ഒരു BLOയ്ക്ക് നൽകാനില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ BLAനെ ആരാ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. BLA രാഷ്ട്രീയ പാർട്ടികളാണല്ലോ കൊടുക്കേണ്ടത്. ഈ BLAനെ കൂടെ BL എഴുതി കൊടുക്കുന്നത്. ഒരു BLOനെ പോസ്റ്റ് ചെയ്തു, കൂടെ BLAനെ കൂടെ കൊടുക്കുമല്ലോ. അവർ തന്നെ കണ്ടെത്തി. ആ രാഷ്ട്രീയ പാർട്ടിയുടെ കാല് പിടിച്ച് കിട്ടിയില്ല. അത് മാത്രമേ ഉള്ളൂ. ഈ സ്ഥാനാർത്ഥി തന്നെ പറയാം, ഞാൻ വരാമെന്ന് പറഞ്ഞാൽ അത് കുറ്റമാണ്. നോർമലി കുറ്റമല്ലേ? അപ്പോൾ അതിനകത്ത് എന്ത് കാര്യമുള്ളത്? ഒരു സ്ഥാനാർത്ഥി ഈ BLOൻ്റെ ഒപ്പം പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് ആ അർത്ഥത്തിൽ. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊരു ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള കടന്നു കയറ്റമല്ലേ. സത്യം പറഞ്ഞല്ലോ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തൻ്റെ ഇടം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിപ്രായം. കാരണം LDF UDF ഒക്കെ എന്താ അവിടെ ചെയ്യുന്നതെന്ന് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഒരു വീട്ടിൽ ഇത് പൂരിപ്പിക്കില്ലാത്ത തൻ്റെ ഇടത്തോടി പറയാൻ കഴിയണം. UDF പറയണം. കേരളത്തിലെ ഏകദേശം 33% വോട്ടുണ്ടെന്ന് പറയുന്ന UDF പറയണം. എന്നെക്കൊണ്ട് പറ്റില്ല, ഞങ്ങളുടെ വീട്ടിലൊന്നും പൂരിപ്പിക്കില്ല. LDF പറയണം, ഈ 30 ദിവസം കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ പൂരിപ്പിക്കില്ല എന്ന് പറയണം. ഇവരല്ലേ ഇവരോട് നിൽക്കേണ്ടത്? നിഷ്പക്ഷമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് ആഗ്രഹിക്കുന്നതിൽ നിഷ്പക്ഷമായ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാവണ്ടേ, ആ വോട്ടിംഗ് സംവിധാനം ഉണ്ടാവണ്ടേ. അത് തൻ്റെ അടുത്തോടുകൂടി പറയാൻ പറ്റണ്ടേ. ഇവിടെ നടക്കില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ കേരളമാണ് ഭയങ്കര രാഷ്ട്രീയ പ്രഭുത്വം എന്ന് പറയുന്ന കേരളത്തിൽ നടക്കാൻ പറ്റില്ല. ബീഹാറിലെയും ഗുജറാത്തിലെയൊക്കെ അവസ്ഥ പറയണോ? ഇവിടെ BJP വിചാരിച്ചാൽ മാത്രം നടക്കില്ല എന്ന് നമ്മൾ തൻ്റെ അടുത്തോടുകൂടി പറയുന്ന സ്ഥലത്ത് ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചില്ലേ? LDF പോയില്ലേ, UDF പോയില്ലേ, ലീഗ് പോയില്ലേ, എല്ലാവരും പോയി. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഈ മലപ്പുറം ജില്ലയിൽ 35% വരുന്ന ആൾക്കാരും വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഈ ഒരു മാസം കൊണ്ട് ഇവരെന്താ ചെയ്യുക? 35%. കാരണം ഗുജറാത്ത് അങ്ങനെയല്ല, ആന്ധ്രേൻ്റെ അങ്ങനെയല്ല, ബീഹാർ അങ്ങനെയല്ല. 35% വരുന്ന 35-40% വരുന്ന വിദേശത്ത് ജോലി ചെയ്യുന്നവരെന്താ ഈ ഒരു മാസം കൊണ്ട് ലീവ് എടുത്തിട്ട് വരണോ? പൂട്ടിയുടെ വീടുകൾ കേരളത്തിലെ 30% വീടുകൾ പൂട്ടിയിട്ടേക്കാണ്. കോട്ടയം ജില്ലയിലെ പല വീടുകളും പൂട്ടിയിട്ടേക്കുക. അവരെന്താ ചെയ്യേണ്ടേ? അമേരിക്കയിലും കാനഡയിലൊക്കെ ജോലി അവസ്ഥയായി പോയ ആൾക്കാരെന്താ ചെയ്യേണ്ടേ? ഇവരെന്താ ചെയ്യേണ്ടേ? ചോദിക്കുമ്പോൾ എന്താ പറയുന്നതെന്നറിയോ? ചോദിക്കുമ്പോൾ നിങ്ങൾ ഓൺലൈനിൽ പൂരിപ്പിക്കൂ, എന്നിട്ട് നിങ്ങൾ അവിടുത്തെ ഈ BLOൻ്റെ നമ്പർ എവിടുന്നാണ് കിട്ടുന്നത്? പല വീടുകളും പൂട്ടിയിട്ടിരിക്കുകയാണ്. അവരറിഞ്ഞിട്ട് പോലുമില്ല. പല വിദേശത്ത് ജോലി ചെയ്യുന്നവർ അറിഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനൊരു സ്ഥാനം അവിടെ നടക്കുന്നതായിട്ട്. എന്ത് ലോജിക്കോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്യുന്നത് പറയുകയാണ്. ഇത് രാഷ്ട്രീയ പാർട്ടികളല്ലേ ഏറ്റെടുത്ത് മുന്നോട്ട് വെക്കേണ്ടത്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ യോഗം വിളിക്കുന്ന സമയത്ത് ഇത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോരണം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇത് ഈ കേരളത്തിൽ നടപ്പിലാവില്ല, ഇങ്ങനെ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരണം. അങ്ങനെ പറയാൻ കഴിയുന്നുണ്ടോ? എന്നിട്ട് എന്താ തീരുമാനിച്ചു വെച്ചില്ലെന്നറിയോ? ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ പോട്ടെ, അത് കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് നോക്കാം എന്നുള്ളത്. അന്നേരം എന്താ സംഭവിക്കാമെന്നറിയോ? അന്നേരത്തെ ഒരു കൂട്ടിച്ചേറലും കുറയ്ക്കലും ഉണ്ട്. അതോടുകൂടി തീർന്ന് വെടിക്കെട്ട്. അതോട് നിങ്ങൾ ഒരു മണ്ഡലത്തിൽ ഒരു നിയമസഭ 140 മണ്ഡലമാണല്ലോ, ഒരു നിയമസഭ മണ്ഡലത്തിൽ 10,000 വോട്ട് നഷ്ടപ്പെട്ടാൽ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു വാർഡിൽ 250 വോട്ട് നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക? ഒന്ന് ആലോചിക്കുക. 100 വോട്ട് നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക? പല ആൾക്കാരും നമുക്കറിയാലോ, മലപ്പുറം ജില്ലയിൽ ഒരു 40% ആൾക്കാർ ഇലക്ഷൻ സമയത്ത് വന്ന് വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോകുന്നവരാണ്. കോട്ടയം ജില്ലയിലെ ആൾക്കാർ പലരും ഇവിടെ വന്നിട്ട് പോവുകയാണ്. പത്തനംതിട്ടയിലെ പല ആൾക്കാരും കാനഡയിലും അമേരിക്കയിലാണ്. അവർ വോട്ട് സമയത്ത് വന്ന് തിരിച്ചു പോവുകയാണ്. അവർ ആ സമയത്ത് വരും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്കൊരു വോട്ടുണ്ടാവില്ല. ഇപ്പോൾ BLAമാരില്ല. ഇപ്പം ഞാൻ ഇന്ന് ആലോചിക്കുകയാണ്, ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ കൂടെ പോകാൻ ആളെ കിട്ടാത്ത സ്ഥലത്താണ് BLA പോകേണ്ടത്. പല 50 വയസ്സും 45 വയസ്സുമായ സ്ത്രീകൾ ഈ മലയൊക്കെ കയറി ഇറങ്ങി. ഈ വയനാടിൻ്റെയും ഇടുക്കിൻ്റെയും ഒക്കെ ഒരു വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 250-300 മീറ്റർ അപ്പുറയാണ്, 1 കിലോമീറ്റർ ഒക്കെയാണ് ഒരു വീട് ടു ഒരു വീട്. അവിടെ 1000 വീടിൻ്റെ ഒരു ലിസ്റ്റ് എടുത്ത് കൈ കൊടുത്താൽ നടന്നെത്താൻ പറ്റുമോ? വണ്ടി ഉണ്ടോ? കാട്ടുമൃഗങ്ങൾ ഈ രാത്രി 11 മണിക്ക് 12 മണിക്കൊക്കെ എത്തിച്ചിട്ട് എങ്ങനെയാണ് ഇതൊക്കെ നടപ്പിലാക്കാൻ പറ്റുക? എന്നിട്ട് ഒരു കളക്ടർ എഴുതി വെച്ചേക്കാണ് അദ്ദേഹത്തിന് ജോലി സമ്മർദ്ദം ഇല്ല എന്നുള്ളത്. സത്യസന്ധമായി അതെങ്കിലും എഴുതിക്കൂടെ? ഇദ്ദേഹത്തിന് ജോലി സമ്മർദ്ദത്തോടുകൂടിയാണ് ഇതേ ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞ് ഇയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കൊന്നുമില്ലല്ലോ. കളക്ടർക്ക് അതിന് നടപടി വരുമോ? കാരണം അതേ സത്യസന്ധമായ കാര്യം എഴുതി വെക്കുന്നത്. അവരെ വീട്ടുകാർ പറയുന്നു എനിക്ക് ഭയങ്കര ജോലി സമ്മർദ്ദം, അതെങ്കിലും സത്യസന്ധമായിട്ട് എഴുതി വെക്കണ്ടേ? അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടുന്നുണ്ട് അതുപോലും കൊടുക്കാൻ സമ്മതിക്കില്ല, അതും ഇല്ലയെന്ന് എഴുതി വെക്കുകയാണ്. ഇത് പല ആൾക്കാരുടെ അവസ്ഥയാണ്. ഈ അംഗനവാടി ടീച്ചർമാർ അവരോടാണ് പറയുന്നത്. അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ പിയൂൺമാരെയാണ് ഇതിന് പോസ്റ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അവരോടാണ് പറഞ്ഞത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തോളെ. എന്തോ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് പറയാണ്, അരുൺ സാർ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒന്നാമത്തെ കോളത്തിൽ പറഞ്ഞത് ആദ്യത്തെ കോളത്തിൽ പോയി നോക്കാൻ. ആദ്യത്തെ കോളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. അപ്പോൾ അതെവിടെയുള്ളത്? അത് 2002 തുടങ്ങി 2004 വരെ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ ലിസ്റ്റ് ഓൺലൈനിൽ കിടന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലുണ്ട്. ആ സൈറ്റിൽ പ്രിൻ്റ് എടുത്ത് നോക്കണം എന്നുള്ളത്. ആ പൈസ ആരാണ് കൊടുക്കുന്നത്? അത് നോക്കാൻ നടക്കുന്ന കാര്യമാണോ? ഇത് നോക്കാൻ പ്രാവീണ്യമുള്ള ആളാണോ ഈ BLO? ഒരു വീട്ടിൽ ചെന്നത് എഴുതി ചേർക്കാൻ പറ്റുമോ? ഇതെൻ്റെ ഫോമാണ്, എനിക്ക് തന്നെ ഇത് മനസ്സിലാവുന്നില്ല. കാരണം എനിക്ക് 2002 വോട്ടില്ല. അപ്പോൾ 2002 വോട്ടിപ്പം ഇത് ബാക്കിയുള്ളവർ മനസ്സിലാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര സമയമാണ്? എന്നിട്ട് അതിന് 10 ദിവസം സമയം കൊടുക്കുകയാണ്. 10 ദിവസം കൊണ്ട് ഇത് പൂരിപ്പിച്ച് തിരിച്ചു തന്നില്ലേ നിങ്ങളെ തൂക്കാൻ വയ്ക്കും എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഞാൻ ഈ കലക്ടർമാരുടെയൊക്കെ വർക്ക് പ്രഷർ, കാരണം ഒരു കളക്ടറുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയോ? നോർമലി ഉള്ള അവസ്ഥയാണ് പറയുന്നത്. ഒന്നെന്താ, ഈ ഇലക്ഷൻ്റെ ചാർജ് അദ്ദേഹത്തിന്, ഈ SIRൻ്റെ ചാർജ് അദ്ദേഹത്തിന്. ഞാൻ പറയും സാധാരണക്കാരല്ല, ഒരു കളക്ടർ അറ്റാക്ക് ഒന്നുമായിരിക്കും. ഒരു കളക്ടർ, ഞാൻ എനിക്ക് പരിചയമുള്ള രണ്ട് കളക്ടർമാർ സംസാരിച്ചു. അവർക്ക് ഫോൺ എടുത്തിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല കാരണം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത്, വാർഡ് ലെവൽ ഇലക്ഷൻ നടക്കുകയാണ്. മുനിസിപ്പാലിറ്റീൻ്റെ ചാർജ്, പഞ്ചായത്തിൻ്റെ ചാർജ്, കോർപ്പറേഷൻ ചാർജ്, ജില്ലാ പഞ്ചായത്തിൻ്റെ ചാർജ്, ഇത്രയും ചാർജ് ഒരു കളക്ടറുടെ തലയിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഇതുപോലൊരു ബ്രഹ്മാണ്ഡ സാധനം എടുത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ജില്ലയിലെ ഭരണ സംവിധാനങ്ങളുടെ മുഴുവൻ ചാർജ് വേറെ. ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവരെങ്ങനെയാണ് ഒരു കളക്ടറാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് അവരെന്താ പറയുക, അവർക്ക് ഇതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പറയും എനിക്ക് ഈ സാധനം കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കും. എനിക്കിതാ SIR കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കും. അപ്പം ഇതുപോലെ ഇതിനൊക്കെ ഞാൻ പറയുന്നത് ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടത് കേരളത്തിൽ. ഇതിനൊക്കെയാണ് പ്രതികരണ ശേഷിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടത്. എന്നിട്ട് ആത്മഹത്യ, ഒരു ജോലി സമ്മർദ്ദം വേണ്ടിയിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ അത് BLA കോൺഗ്രസിൻ്റെയാണ്, ഇത് BLA BJPൻ്റെയാണ്, ഇത് BLA പിന്നെ CPMൻ്റെയാണെന്ന് പറഞ്ഞ് നടക്കണം. അതാണ് ഇവിടെ പറയേണ്ടത്. അത് പറയേണ്ട സ്ഥലമാണോ ഇത്? ഒരു BLA സ്ഥാനാർത്ഥിയുടെ കൂടെ പോയി, വോട്ടർമാരുടെ കൂടെ പോയി അത് ഭീഷണിപ്പെടുത്തിയിട്ട് വെറുതെ പറഞ്ഞ കളയാണ്. ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ഉണ്ട് എന്ന് വെക്കുക തന്നെ, അതാണോ ഇവിടുത്തെ കാര്യം? അങ്ങനെ BLOൻ്റെ കൂടെ BLA പോയതുകൊണ്ടാണോ സംഭവിച്ചെങ്കിൽ കൂടെ അങ്ങനെയാണോ ഈ സമയത്ത് പറയേണ്ടത്? കാരണം യഥാർത്ഥ സത്യം മറച്ചു വെച്ചിട്ട്, യഥാർത്ഥ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യാണ്. ഈ ഇലക്ഷനിൽ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം നമ്മൾ പ്രബുദ്ധ കേരളമാണ്. സാക്ഷരതയിൽ നമ്മൾ നമ്പർ 1 ആണ്. നമ്മൾ എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണ്. ഒരു പ്രതികരണ ശേഷിയില്ല. ആ കാര്യത്തിനനുസരിച്ച് പ്രതികരിക്കാനായിട്ട് പോകില്ല രാഷ്ട്രീയ പാർട്ടികളായി ഞാൻ പറയുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഓഫീസറെ പറഞ്ഞേക്കാണ്, എന്നാ പിടിച്ചോ 30 ദിവസം സമയം തന്നിരിക്കുന്നു. അദ്ദേഹത്തിന് വേറൊന്നും ചെയ്യാനില്ല, കാരണം അദ്ദേഹത്തിന് മേലെ റിപ്പോർട്ട്. പക്ഷേ ഇവിടെ കേരളത്തിലെ ആൾക്കാർ സഹകരിച്ചില്ലല്ലോ, അതോടുകൂടി അവസാനം. ഇങ്ങനെയാണെന്ന് തോൽപ്പിക്കേണ്ടത്. ഇങ്ങനെയാണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാരോട് സമരം നടത്തി അങ്ങനെയല്ലേ തോൽപ്പിച്ചത്. ഇത് അതിനേക്കാളും അപ്പുറമാണ്. നിസ്സഹരിച്ച് അതിനെ അല്ലത്. ഇപ്പം ഞാൻ പറയാം 30% CPM BJP അല്ല കോൺഗ്രസും കൂടെ വിചാരിച്ചു, ലീഗും കൂടെ വിചാരിച്ചു കേരളത്തിൽ ഇതിന് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ബാക്കി 30% വെച്ചിട്ട് കേരളത്തിൽ വോട്ടർ പട്ടിക നടപ്പിലാക്കുന്ന വിചാരിക്കുന്നത്. അങ്ങനെ നടപ്പിലാക്കുമോ? എന്നിട്ട് അടുത്ത ഇലക്ഷൻ 30% ആൾക്കാരെ വെച്ചിട്ട് കേരളത്തിൽ നടപ്പിലാക്കുമോ? ഹൈക്കോടതിക്ക് ഒന്നും ചെയ്യാനില്ല, കാരണം തീരുമാനം എടുക്കുന്നത് സുപ്രീം കോടതിയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യമാണ്, ഹൈക്കോടതികൾക്കൊന്നും ചെയ്യാനില്ല. സുപ്രീം കോടതിക്കാണ് തീരുമാനം എടുക്കേണ്ടത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ 30% സുപ്രീം കോടതി പറയോ 30% വെച്ച് കേരളത്തിൽ ഇലക്ഷൻ നടത്തിക്കൊള്ളാൻ പറയോ? ബാക്കി 70% ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് ഇതൊന്നും ആലോചിച്ച് തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 30 ദിവസം കൊണ്ട് ഇത് സത്യസന്ധമായി ഇത് പൂർത്തീകരിക്കുമോ? 30 ദിവസം കൊണ്ട് ഇത് ഓരോ വീടുകളിലും എന്താ അവസ്ഥ എന്നറിയോ? ഓരോ വീടുകളിലും അപ്പനും അമ്മയും മക്കളും കൂടി ഇരുന്ന് പൂരിപ്പിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ വന്നിട്ട് രാത്രി ഇത് പൂരിപ്പിക്കണം. 1200 ഫോമാണ് പൂരിപ്പിക്കേണ്ടത്. ഒരക്ഷരം മാറിപ്പോയാണ്ടല്ലോ ഈ പറയുന്നതാണ് ആധാർ നമ്പർ 11 ആധാർ നമ്പർ ഒരക്ഷരം മാറിപ്പോയാൽ തീർന്നു കടിക്കട്ടെ. ഇതാണല്ലോ ഓൺലൈൻ അടിച്ച് കയറ്റുക. ഈ സാധനമാണ് ഓൺലൈൻ. അതെപ്പോഴാണ് ക്രോസ് ചെക്ക് ചെയ്യുന്നത്? അപ്പോൾ അത് അടുത്ത ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ക്രോസ് ചെക്ക് ചെയ്യും. എന്നിട്ട് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഒറ്റ ഒഴിവാക്കലാണ്. ആ ഒഴിവാക്കൽ എത്രയാണ് പോകുമെന്നറിയോ? 10, 20, 25 ലക്ഷം ഓട്ടോ ഒറ്റയടിക്കാൻ പോകും. കാരണം എന്താ? ക്രമരഹിതമായി ആഡ് ചെയ്തതിനകത്ത് തെറ്റുവരുത്തിയത് ആരായിരിക്കും? ചിലപ്പം ഈ BLO ആയിരിക്കും. വോട്ട് പോകുന്ന ആരാ? ഈ ദുബായിൽ കിടക്കുന്നവരും ഖത്തറിൽ കിടക്കുന്നവരും വോട്ട് ചെയ്യാൻ വരുമ്പോൾ സമയത്ത് വോട്ട് ഉണ്ടാവില്ല. ചോദിക്കുമ്പോൾ എന്താ? നിങ്ങൾ വോട്ടർ പട്ടികയിലില്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് പോയി. ഇതാണ് ബീഹാറിൽ സംഭവിച്ചത്. ഒറ്റയടിക്കെടുത്ത് ദൂരെ കളഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിനൊക്കെ എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ജീവിതാവസാനം വരെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. Meet the editors.